കരളേ കരളിൻ്റെ കരളേ എന്നോടൊന്ന് ചിരിക്ക. ആ പാട്ട് കേട്ടങ്ങളില്ലേ? പാട്ട് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നിപ്പോൾ എന്താ നമ്മളെ പരിപാടിന്ന്. അപ്പോൾ എന്തായാലും നമ്മളിതാ കരൾ വാങ്ങിയിട്ടുണ്ട്. ഇത് ബീഫൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവലുണ്ട് ചെറിയ പീസൊക്കെ. പക്ഷെ നമ്മളത് കഴിക്കലൊന്നുമില്ല. ഒന്നെങ്കിൽ അത് കറിയിലുണ്ടെങ്കിൽ അത് കഴിക്കാതെ അങ്ങോട്ട് മാറ്റി വെക്കും. എനിക്ക് വലിയൊരു ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഒറ്റക്ക് കഴിക്കുമ്പോൾ നമുക്ക് കറീൻ്റെ കൂടെ കിട്ടാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഇതിങ്ങനെ നല്ല ടേസ്റ്റിൽ വരട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പീസാക്കി പിന്നെ അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഒരുപാട് വേണ്ടത്. ചെറിയ ഉള്ളി, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ പിന്നെ മസാലകളൊക്കെ ചേർക്കും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് സവാളയും കൂടി ഇട്ടിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ ഇതിന്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചിട്ട് കുക്കറിൽ 1-2 വിസിലടിച്ചാൽ മതി. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് സവാള ഇട്ടിട്ട് എന്ത് ചെയ്യുക, നല്ലോണം അങ്ങോട്ട് വരട്ടിയെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഈ സാധനം ഒഴിവാക്കുന്നതാണ് കറിയിൽ നമ്മൾ കാണുമ്പോഴേ. ഇന്ന് എന്തിനു പറയണേ, ഞാനൊക്കെ ഇത് നല്ലോണം കഴിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏത് സാധനമായാലും നമ്മൾ അതിൻ്റെതായ ആ ടേസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ അത് രസം ഉണ്ടാവില്ലേ. അതായത് ഓരോ സാധനം എങ്ങനെ ഉണ്ടാക്കണം നമുക്കറിയുമ്പോഴാണ് അതിൻ്റെ ഒരു രുചി കിട്ടുക. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കലുണ്ടോ? പിന്നെ ഇനി വേറെ രീതിയിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുമോ എനിക്കറിയില്ല. ഞാനത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. ഞാൻ പറഞ്ഞില്ലേ, ബീഫ് കൊണ്ടുവരുമ്പോൾ കഴിയുന്നതും ഈ സാധനം അതിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണ് ചെയ്യൽ. അപ്പോൾ അങ്ങനെ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ.